ഇപ്പോൾ നമ്മൾ പോകുന്നത് റിപ്പോർട്ടിന്റെ ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ LP സ്കൂൾ അധ്യാപക നിയമനം നിലച്ചു. റാങ്ക് ലിസ്റ്റ് ഇറങ്ങി 6 മാസം പിന്നിട്ടിട്ടും ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമില്ല. 8 ജില്ലകളാണ് നിയമനം കിട്ടാത്തത്. നിയമന ശുപാർശകൾ അയച്ചെങ്കിലും ഒഴിവില്ലാത്തത് മൂലം ജോലി ലഭിക്കുന്നില്ല. ആധാർ വെച്ചുള്ള തലയെണ്ണൽ കഴിഞ്ഞപ്പോൾ ഡിവിഷൻ ഫോൾ ഉണ്ടായതാണ് പ്രതിസന്ധിക്ക് കാരണം. ഓഫീസുകൾ കയറി ഇറങ്ങി വലയുകയാണ് ഉദ്യോഗാർത്ഥികൾ. നമ്മുടെ 709 റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 6 മാസം പിന്നിട്ട് ഒന്നാം റാങ്കുകാർക്ക് പോലും 12 ജില്ലകളിലും അഡ്വൈസ് ആയിട്ടില്ല. അത് റെഡി മോമോ കിട്ടിയിട്ടില്ല. DDയിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നത് 2025 ജൂലൈയിൽ 84 ഡിവിഷൻ ഫോളാണ് സർക്കാരിൻ്റെ കണക്കിൽ. അപ്പോൾ അവർക്ക് ഡിവിഷൻ ഫോൾ വന്നത് കാരണം ടീച്ചേഴ്സ് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നാണ് DDയിൽ നിന്ന് നമുക്ക് തരുന്ന കണക്ക്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ 387 അതായത് ഇതിനു മുൻപേ ഉള്ള റാങ്ക് ലിസ്റ്റിലും സപ്ലിയിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ അത് മുതൽ കഴിഞ്ഞ ലിസ്റ്റിലും സപ്ലിയിലുണ്ടായിരുന്ന ആളാണ്, ഈ ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. എനിക്ക് എൻ്റെ എക്സാം എഴുതേണ്ട സമയപരിധി കഴിഞ്ഞ ഒരാളാണ്. ഇതുപോലെ എക്സാമിൻ്റെ സമയപരിധി കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിലും ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ലിസ്റ്റ് എടുത്താൽ 579 പേര് ലിസ്റ്റിലിട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നാം റാങ്ക് കിട്ടിയ ആളിന് പോലും ഇതുവരെയും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. 5ാം ക്ലാസ്സിൽ LP ലിസ്റ്റിൽ നിന്ന് തന്നെ പോസ്റ്റിംഗ് നടത്തിയാൽ ഒരു പരിധി വരെ സർക്കാരിന് നമ്മളെ സഹായിക്കാൻ പറ്റും. ഗോപാൽ ശീലസനലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, വലിയ പ്രതിസന്ധിയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക്. ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമില്ല. 8 ജില്ലകളിലാണ് ഇത് അവസ്ഥ. പക്ഷേ ഡിവിഷൻ ഫോൾ ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഒഴിവില്ല. ഈ സാഹചര്യത്തിൽ എന്താണ് ഒരു പരിഹാരം? വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങൾ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒന്നാം റാങ്ക് വാങ്ങിയിട്ടും പല ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിക്കാതെ അലയുന്ന ഒരു സ്ഥിതിയാണ് LP സ്കൂൾ അധ്യാപക നിയമനത്തിൽ ഉള്ളത്. 2025 മെയ് 31 6247 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റുകളാണ് 14 ജില്ലകളിലുമായി പുറത്തിറക്കിയിട്ടുള്ളത്. ഈ 14 ജില്ലകളിൽ നിന്ന് പുറത്തിറക്കിയ 6000-ലധികം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്നും ഇതുവരെ 54 പേർക്ക് മാത്രമാണ് സംസ്ഥാനത്തുടനീളം നിയമനം ലഭിച്ചിട്ടുള്ളത്. അതും 6 ജില്ലകളിൽ എറണാകുളം, പത്തനംതിട്ട, തൃശ്ശൂർ, കോട്ടയം, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഒന്നാം റാങ്കുകാർക്ക് നിയമനം ലഭിച്ചിട്ടുള്ളത്. ബാക്കി 8 ജില്ലകളിൽ ഒന്നാം റാങ്കുകാരെ പോലും നിയമിച്ചിട്ടില്ല. കോട്ടയം ജില്ലയിൽ 17 പേർക്ക് മാത്രമാണ്, ആ ജില്ലയിൽ മാത്രമാണ് നിയമന നില 2 അക്കം കടന്നത് എന്നതുകൂടി പറയേണ്ടതായിരിക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി സൂചിപ്പിക്കുന്നത് ഡിവിഷൻ ഫോൾ ഉണ്ടായതാണ് എന്നതാണ്. ഈ വർഷം ആധാർ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളുടെ തലയെണ്ണൽ നടത്തിയത്. 1ാം ക്ലാസ് വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ആധാർ ഇല്ലാത്തവരാണ്. ആധാർ ഇല്ലാത്തതിനാൽ തന്നെ കുട്ടികൾ ഉണ്ടെങ്കിലും അവരുടെ എണ്ണത്തിനനുസരിച്ച് തസ്തിക ഉണ്ടാകാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു. ഇതോടുകൂടി തന്നെ ഉദ്യോഗാർത്ഥികൾ തെരുവിൽ അലയേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ പ്രധാനാധ്യാപകരുടെ ക്ലാസ് ചുമതല മാറ്റി ആ തസ്തികയിൽ കൂടി നിയമനം നടത്തണമെന്നും ഈ ആധാർ പ്രശ്നം പരിഹരിച്ച് ഉദ്യോഗാർത്ഥികളെ എത്രയും പെട്ടെന്ന് അഡ്വൈസ് നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ശരി, ഗോപാൽ ശീലാസനാണ് വിവരങ്ങൾ നൽകി.